പുതിയ അധ്യയന വർഷം പ്രാരംഭം കുറിക്കുന്നതിൻ്റെ ഒരു ആഴ്ചയിലാണ് നാം നിലകൊള്ളുന്നത്. എന്നീ സമുദായം മദ്രസ വിദ്യാഭ്യാസത്തെ ഒരു ആചാരമായി അല്ലെങ്കിൽ ഒരു വഴിപാടായി നടത്തപ്പെടുന്ന, അങ്ങനെ ധരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത്. നിങ്ങൾ മോമിനീങ്ങളെ, അത് വലിയൊരു ആരാധനയാണ്. വരും തലമുറയെ പുതുതലമുറയെ ധാർമ്മികമായ മാനുഷിക മൂല്യങ്ങൾ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ തനിമയിൽ വളർത്തിയെടുക്കുവാൻ, അതിലൂടെ കൈപിടിച്ച് ആനയിക്കുവാൻ നമുക്ക് സാധ്യമാകുമെങ്കിൽ അത് ഈ സമുദായത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മമാണ്, ഏറ്റവും വലിയ ഇബാദത്താണ്, ആരാധനയാണ്. അത് നമ്മൾ ചടങ്ങായി കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഇതര ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് അല്ലാഹു തആല പ്രത്യേകമായി കനിഞ്ഞു നൽകിയ ഒന്നാണ് അറിവ് എന്നുള്ളത്, വിവേകം. തിരിച്ചറിവ് നൽകുക എന്നുള്ളത് മറ്റുള്ള ശക്തികളെ അപേക്ഷിച്ച് മനുഷ്യർക്ക് അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നാഥനായ റബ്ബു തആല നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹങ്ങളിൽ രണ്ടെണ്ണം, ഒന്ന് വിജ്ഞാനമാണ്, അറിവാണ്, മറ്റൊന്ന് നമ്മുടെ സന്താനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അറിവില്ല എങ്കിൽ ഇരുളടഞ്ഞ വീടിന് സമാനമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആ ഇരുളടഞ്ഞതായ ആ ഹൃദയാന്തരത്തിലെ ആ ഒരു അന്തരീക്ഷത്തെ പ്രകാശത്തിൻ്റെതായ ആ ഒരു ഇരുളിനെ മാറ്റിക്കൊണ്ട് പ്രകാശ ഗോപുരങ്ങളാക്കി മാറ്റിയെടുക്കുന്നതായ സ്ഥാപനങ്ങളാണ് മദ്രസകളും ദർസുകളും മതവിജ്ഞാന കേന്ദ്രങ്ങളും എന്നും നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങളിൽ വിശ്വസിച്ചതായ ഒരു വിഭാഗം, നിങ്ങൾക്ക് വിശ്വസിക്കുകയും ഇൽമ അഭ്യസിക്കുവാനുള്ള അവസരവും ലഭിച്ച ഇൽമുള്ള